ജിബി പാർട്ടിക്കൽ പെരുമ്പാവൂരിൽ NDA സ്ഥാനാർത്ഥി. വോട്ടേഴ്സ് ലിസ്റ്റിൽ പേരില്ലാത്തതിനാൽ ലക്ഷ്മിപ്രിയെ ഒഴിവാക്കിയതിനെ തുടർന്നാണ് പുതിയ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചത്. കോൺഗ്രസ് സഹയാത്രികനായിരുന്നു ജിബി പാർട്ടിക്കൽ. നിതിൻ സേവ്യർ വിവരങ്ങളുമായി ചേരുകയാണ്. നിതിൻ, 2 സ്ഥാനാർത്ഥികളാണ് NDAയുടെ. ഇപ്പോൾ ലക്ഷ്മിയുടെ കാര്യത്തിൽ ഏറെക്കുറെ തീരുമാനമായിരിക്കുന്നു. ഏറ്റുമാനൂർ സ്ഥാനാർത്ഥിയുടെ കാര്യത്തിലും പ്രശ്നമുണ്ട്. വോട്ട് പോലും ഉണ്ടോ എന്ന് തിരക്കാതെയാണ് സ്ഥാനാർത്ഥി പ്രഖ്യാപനവും ആഘോഷവും ഒക്കെ നടന്നത് എന്നുള്ളതും വസ്തുതയാണ്. എന്താണ് വിവരങ്ങൾ? അതായത് സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉള്ള ഈ റിയാലിറ്റി ഷോകളിലും മറ്റുമൊക്കെ പങ്കെടുത്തിട്ടുള്ള ആളുകളെയാണ് സ്ഥാനാർത്ഥികൾ എന്ന പേരിൽ 2020 കഴിഞ്ഞ ദിവസം അവതരിപ്പിച്ചത്. സർപ്രൈസ് സ്ഥാനാർത്ഥികൾ എന്നായിരുന്നു പറഞ്ഞിരുന്നത്. അങ്ങനെയാണ് ഈ ലക്ഷ്മിപ്രിയയും വീണ നായരുമൊക്കെ സ്ഥാനാർത്ഥികളായി മുന്നോട്ട് വരുന്നത്. പക്ഷേ പിന്നീട് പരിശോധിക്കുമ്പോൾ ഈ ലക്ഷ്മിപ്രിയയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ ഇന്നലെ വൈകിട്ടാണ് അവരുടെ റോഡ് ഷോ പ്രഖ്യാപിച്ചിരുന്നത്. ഇന്നലെ വൈകിട്ട് കേന്ദ്ര സഹമന്ത്രി അടക്കം റോഡ് ഷോയ്ക്ക് എത്തുകയും ചെയ്തു. അതിനുശേഷമാണ് ഇവർക്ക് വോട്ടില്ല എന്ന കാര്യം പാർട്ടിക്കും ഇവർക്കും ബോധ്യമാകുന്നത്. അതിനുശേഷം ഈ റോഡ് ഷോ ക്യാൻസലാക്കുന്നു. പകരം ഒരു പദയാത്ര, NDAയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ആരംഭമായി പദയാത്ര നടത്തി, കേന്ദ്രമന്ത്രിയുടെ നേതൃത്വത്തിൽ പദയാത്ര നടത്തി ഈ പരിപാടി അവസാനിപ്പിക്കുകയും ചെയ്തു. അതിനുശേഷം പുതിയ സ്ഥാനാർത്ഥിക്കായി തിരക്കിട്ട ചർച്ചകളായിരുന്നു 2020യുടെ നേതൃത്വം നടത്തിയിരുന്നത്. ഏതായാലും ഒടുവിൽ അവരൊരു സ്ഥാനാർത്ഥിയെ തപ്പി കണ്ടുപിടിച്ചിട്ടുണ്ട്. നേരത്തെ പഴയ കോൺഗ്രസ്സുകാരനായിരുന്ന ജിബി പാർട്ടിക്കൻ. ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി അദ്ദേഹം 2020യുടെ സഹയാത്രികനാണ്. 2020 പാർട്ടി പ്രവർത്തനമല്ല, അദ്ദേഹം സഹയാത്രികനാണ്. അപ്പോൾ ആ സഹയാത്രികൻ സ്ഥാനാർത്ഥിയാകട്ടെ എന്നാണ് ഇപ്പോൾ 2020 തീരുമാനിച്ചിരിക്കുന്നത്. യാക്കോബായ സഭ അംഗമാണ്. അപ്പോൾ യാക്കോബായ സഭ അംഗത്തെ പെരുമ്പാവൂരിൽ നിർത്തിക്കഴിഞ്ഞാൽ കുറച്ചധികം വോട്ട് നേടാമെന്നൊരു ചിന്ത ഈ പാർട്ടിക്ക് 2020ക്ക് NDAയ്ക്കും ഒക്കെ ഉണ്ട്. അങ്ങനെ ഒരു യാക്കോബായ സഭക്കാരൻ നിൽക്കട്ടെ എന്ന രീതിയിലാണ് ഈ ജിബി പാർട്ടിക്കിനെ നിർത്തിയിരിക്കുന്നത്. നിലവിൽ അദ്ദേഹം യാക്കോബായ സഭയുടെ മാനേജിംഗ് കമ്മിറ്റി അംഗവും യൂത്ത് അസോസിയേഷൻ പെരുമ്പാവൂർ മേഖലയുടെ ഭാരവാഹിയുമാണ്. ഒപ്പം തന്നെ വീണ നായരുടെ കാര്യം, ഏറ്റുമാനൂരിൽ അവർക്ക് വോട്ടില്ല എന്നാണ് ഇപ്പോൾ പറയുന്നത്. വോട്ടില്ലെങ്കിൽ അവർക്കും സ്ഥാനാർത്ഥിയാകാൻ മത്സരിക്കാൻ പറ്റില്ല.